ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് കിട്ടുന്ന വാർത്ത സൗദി അറാംകോയിൽ യമനിലെ ഹൂത്തി വിമതർ ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ്. എണ്ണ വില കൂടും, പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്, വലിയ പ്രതിസന്ധിയാണ്. അതിന്റെ ഇടയിൽ ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ നിലയം ആക്രമിക്കാനായിട്ട്, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അവസാനം അതിലേക്ക് എത്തുകയാണ്, അതിന്റെ ഒരു രീതിയിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം ആണവ കേന്ദ്രമായിട്ടുള്ള പിക്സ് മൗണ്ട് അതിനെ ആക്രമിക്കാനാണ് ട്രംപ് നിലവിൽ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ രസകരമായിട്ടുള്ളൊരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനാണല്ലോ ഈ ഇറാന്റെയും ഈ എന്താ പറയുക അമേരിക്കയുടെയും യുദ്ധം തീർക്കാനായിട്ട് മധ്യസ്ഥത വഹിച്ചത്. അതെന്തിനാണ് എന്നിപ്പോ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പാകിസ്ഥാന്റെ അസീം മുനീർ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് സൗദി അറേബ്യയായിട്ട്. ആ ഡീൽ ഉണ്ടാക്കി, അത് ട്രംപ് അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവൻ ട്രംപിനെ കൊള്ളയടിക്കുക ചെയ്തത്. ആ ഡീൽ ഉണ്ടാക്കി, അത് എണ്ണയുമായിട്ടുള്ള ഡീലാണ് കേട്ടോ. ട്രംപ് ഇത് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഇത് പാകിസ്ഥാൻ, ഇറാൻ, സൗദി രഹസ്യ എണ്ണ കരാറാണ് ഇവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ എന്ത് ചെയ്തു? ഞങ്ങൾ ഇനി സൗദി ആക്രമിക്കും. സൗദിക്ക് നേരെ ആക്രമണം കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ബഹ്റിനെ ആക്രമിച്ചു, കുവൈറ്റിനെ ആക്രമിച്ചു, UAE ആക്രമിച്ചു. ഇറാനില് മുനീറിന് എണ്ണപ്പാടമുണ്ട്, അത് സംരക്ഷിക്കുകയും കൂടി ലക്ഷ്യമുണ്ട് പുള്ളിക്ക്. അതെ, അത് സൗദി രഹസ്യ എണ്ണ കരാർ വെച്ചിട്ട് അത് ഇതറിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഞെട്ടിപ്പോയി. ഇനി അവനെ 7 അയലത്ത് അടുപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഇതിനിടയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ബാബ് അൽ മന്ദേബ് കടലിടുക്ക് അത് രൂക്ഷമായ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം ഹൂത്തി തുടങ്ങിക്കഴിഞ്ഞു. സൗദി അറേബ്യ അവർ നല്ലപോലെ ആക്രമിക്കുന്നുണ്ട്. അതിനിടെ കൂടെ കാസ്പിയൻ സീയിൽ ഇറാന്റെ ഒരു കപ്പലിന് നേരെ അതിഭീകരമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എനിക്ക് തോന്നുന്നു യുക്രൈനാണ് അത് ആ കപ്പലിനെ ആക്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ യുക്രൈന് നേരെ ഒരു ആക്രമണം ഇറാന്റെ, അപ്പൊ നമുക്കറിയാം റഷ്യ ഓൾറെഡി യുക്രൈനുമായിട്ട് യുദ്ധത്തിലാണ്. റഷ്യയുടെ ഒരു പ്രോക്സി എന്നുള്ള രീതിയിലാണ് ഇറാൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഈ കമാൻഡർ തുറന്നു പറയുകയും ചെയ്തു, താഴെ നിന്ന് നമ്മൾ ആക്രമിക്കും യൂറോപ്പിന്, മുകളിൽ നിന്ന് റഷ്യ ആക്രമിക്കും എന്ന് പറയുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ചേട്ടാ, നമ്മളിവിടെ ഈ CJP പ്രൊട്ടസ്റ്റ് അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് വലിയ പ്രതിസന്ധിയിലോട്ടാണ് ലോകം മൊത്തത്തിൽ പോകാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് വിസിബിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ രീതിയിൽ ഉള്ള ഒരു സെറ്റപ്പ് അല്ല എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഫസ്റ്റ് ഫേസിന് മുമ്പുള്ള ഒരു യുദ്ധത്തിന്റെ രീതിയല്ല ഇപ്പോൾ. സെക്കൻഡ് ഫേസിൽ വളരെ അഗ്രസീവായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഒരു സമവായ ചർച്ചയുടെ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഒരു ഭാവി? ഇപ്പോൾ അമേരിക്ക യുദ്ധം നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അമേരിക്കയുടെ ആയുധ ശേഖരം വലിയ രീതിയിൽ കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരുടെ US-ന്റെ, അതായത് വ്യോമ പ്രതിരോധ സംവിധാന മിസൈലുകൾ, ഈ പറയുന്ന US-ന്റെ പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ കുറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ട്രംപിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അവരുടെ വ്യോമസേന പണി നിർത്തിക്കുകയോ, കാരണം ഇനി ഇത് മുമ്പോട്ട് പോയാൽ മറ്റിടങ്ങളിൽ നിന്ന്, കാരണം ഇത് നമ്മൾ മുൻപ് റിപ്പോർട്ട് ചർച്ച ചെയ്തതാണ്, യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ആയുധങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഈ ആയുധം എന്ന് പറയുന്നത് കടയിൽ പോയി മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ടൈം എടുക്കേണ്ടി വരും. അത് മാത്രവുമല്ല, ഇതിനിടയിൽ റഷ്യ ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ആക്രമിച്ചാൽ അതിനെ തടയിടാനും അമേരിക്ക ഉണ്ടെങ്കിലേ നടക്കൂ. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് ഇനിയും ഏറ്റുമുട്ടി ഇവരുടെ ആയുധങ്ങൾ തീർക്കുന്നതിനോട് അവിടുത്തെ സൈനിക ഭരണകൂടത്തിന് താല്പര്യമില്ല. അതവര് ട്രംപിനെ അറിയിച്ചതാണ്. ഇപ്പോൾ താൽക്കാലികമായി വെടിനിർത്താൻ അവിടെയാണ് ട്രംപ് പുതിയൊരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്, ഒരു കനത്ത അടി. അതാണ് ധനുഷ് നേരത്തെ പറഞ്ഞ ആണവ കേന്ദ്രങ്ങൾ അടിക്കുക എന്നുള്ളത്. അതൊരു കനത്ത അടി കൊടുക്കുക, ആ അടിയോടുകൂടി സമാപിക്കുക. കാരണം ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആണവ കേന്ദ്രങ്ങളാണല്ലോ ഇറാന്റെ പ്രശ്നം, അവർ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ പ്രശ്നം. അപ്പൊ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ അടിച്ചിട്ട് മുമ്പ് ഇതേ നാടകം ഇവർ കളിച്ചിട്ടുണ്ട് 2025. അവിടെ 2-3 ഒഴിഞ്ഞ ഗോഡൌണിൽ കൊണ്ട് ബോംബിട്ടിട്ട്, B-2 വിമാനങ്ങൾ കൊണ്ട് ബോംബിട്ടിട്ട് ഇവർ പറഞ്ഞു എല്ലാം ബങ്കർ ബസ്റ്റർ ഇട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ മൊത്തത്തിൽ തീർത്തു എന്ന് പറഞ്ഞു. അതാണ് വീണ്ടും അടി തുടങ്ങിയിരിക്കുന്നത്. ഇതേപോലെ ഒരു ആക്രമണം, ഇതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയായിട്ടൊരു ആക്രമണം കൊടുത്തിട്ട് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും ഈ മിസൈൽ ശേഖരത്തിൽ വലിയ കുറവ് വന്നതാണ് ഈ ജോർദാനിൽ US-ന്റെ സൈനികർ കൊല്ലപ്പെടാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം ഇവർക്ക് ഇത് പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇല്ലെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലില്ല, സ്റ്റോക്കില്ല. അതാണ് പ്രശ്നം. ഇതിന്റെ ഇടയിൽ ഉക്രൈൻ കഴിഞ്ഞ കുറേ ദിവസത്തോളം ഇറാനെതിരെ വലിയ മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഉക്രൈനെ ചൈന സഹായിക്കുന്നു, റഷ്യ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കാസ്പിയൻ കടലിടുക്കിൽ വെച്ചിട്ട് ഇറാന്റെ ഒരു വാണിജ്യ കപ്പൽ ഉക്രൈൻ ആക്രമിക്കുന്നു. അതിലൊരു ഇറാനിയൻ നാവികൻ കൊല്ലപ്പെടുകയാണ്. ഇതോടുകൂടി ടെഹ്റാൻ, ഇറാൻ ഒരു മുന്നറിയിപ്പ് ഉക്രൈന് നൽകിയിട്ടുണ്ട്, ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്തിരിക്കും. കാരണം വാണിജ്യ കപ്പലിനെ ആക്രമിക്കുന്നത്
പിന്നെ ഈ UN ചാർട്ടിന്റെ ലംഘനമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ പണിയാണ്. കാരണം വാണിജ്യ കപ്പലിനെ ആക്രമിക്കരുത്. കാരണം ഇത് ഇറാന്റെ കപ്പലാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും ഇന്ത്യയുടെ രണ്ടു മൂന്നാല് ഇന്ത്യക്കാരെ കൊന്നില്ലേ, എന്നിട്ട് നിങ്ങൾ എന്താണെന്നും മിണ്ടാത്തതെന്ന് വെച്ചാൽ അത് ഇന്ത്യൻ പതാക വഹിക്കുന്ന ഷിപ്പല്ലായിരുന്നു, മറ്റു ഷിപ്പിലെ ജോലിക്കാരായിരുന്നു. നമ്മൾ മാത്രമല്ല സിറിയൻ പൗരന്മാരും അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. നമ്മുടെ പ്രതിഷേധം അറിയിക്കുക മാത്രമല്ല അതിന്റെ ചർച്ചകൾ നടന്നു വരുന്നത്. അത് പക്ഷേ റഷ്യയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് ഇറാൻ പറയുന്നത്, ഇറാൻ കൊടുക്കുന്ന മുന്നറിയിപ്പ് ഉക്രൈന് മാത്രമല്ല, ഇറാൻ പറയുന്നത് കിഴക്കൻ യൂറോപ്പിലെയും പരിസര പ്രദേശങ്ങളിലെയും സമാധാന അന്തരീക്ഷം തകരുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, ഉക്രൈനാണ്. അതായത് ഞങ്ങൾ ഇവരെ ആക്രമിച്ചത് അത് കിഴക്കൻ യൂറോപ്പിലെയും മറ്റു ഭാഗങ്ങൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നല്ല ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അവരുടെ സമാധാനം പോയാൽ അതിന് ഉത്തരവാദി ഉക്രൈൻ മാത്രമാണ്, വേറെ ആരുമല്ല എന്ന ഒരു വലിയ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടെ വെച്ചിട്ടാണ് ട്രംപ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തലിലേക്ക് പോയിരിക്കുന്നത്. കാരണം യുദ്ധം നമ്മൾ മുമ്പ് പറഞ്ഞു നടക്കരുത്, മുമ്പ് പറഞ്ഞിരുന്നു പടിഞ്ഞാറ് നിന്ന് മുകളിൽ നിന്ന് റഷ്യയും താഴെ നിന്ന് ഇറാനും യൂറോപ്പിനെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഇടനില ഇപ്പോൾ ആരുമില്ല, ചർച്ചയും നടക്കുന്നില്ല. സാധ്യതയുള്ള ഒരേ ഒരു കാര്യം, ഒന്നുകിൽ ഈ ട്രംപ് ഒരു വലിയ ആക്രമണം നടത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ ഇത് ചർച്ച എന്നിട്ട് ട്രംപിന് വേണമെങ്കിൽ വീര ഡയലോഗൊക്കെ വിടാൻ പറ്റും. ഏതാ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു, ഇനി ജീവിതത്തിൽ ഇറാൻ ആണവ ആയുധം ഉണ്ടാക്കില്ല, ഞങ്ങൾ അവരെ തകർത്തു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ്സ് വിട്ട് അവിടെ തടി ഊരാനേ പറ്റൂ. ഒന്ന് അതല്ലെങ്കിൽ ഇതിനിടയിൽ ഇതിന്റെ ഒരു ഗ്യാപ്പിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഒറിജിനൽ ഊർജ്ജ കേന്ദ്രത്തിലാണ് അടിക്കുന്നതെങ്കിൽ, ആണവ കേന്ദ്രത്തിലാണ് അമേരിക്ക അടിക്കുന്നതെങ്കിൽ, സ്വാഭാവികമായി തന്നെ ഇറാന് പിന്നെ അടുത്ത ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. അവരത് ചെയ്യും, യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. ഈ സമയം മുതലെടുത്ത് റഷ്യയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം കുറച്ചുകൂടെ വൈഡായിട്ട് മാറും. ഒരു ചെറിയ മേഖലയിൽ നിന്ന്, അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അത് കുറച്ചുകൂടെ വൈഡായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോ മറ്റോ ആണ് ഇറാന് കനത്ത തിരിച്ചടി നൽകുന്ന ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് സാധ്യമാകുമോ എന്നറിയില്ല. അവരുടെ ഡെമ്മി ആണവ കേന്ദ്രത്തിലാണ് അടിക്കുന്നതെങ്കിൽ ഇറാൻ വലുതായിട്ട് അതിനകത്ത് പ്രതികരിക്കാൻ സാധ്യതയില്ല. അവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില മിസൈലുകൾ വിട്ട് അവരും ഒന്ന് ഒതുങ്ങും. പക്ഷെ അതല്ല, ഒറിജിനൽ പ്ലാന്റുകളിലാണ് അടിക്കുന്നതെങ്കിൽ കഥ മാറും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഒരു വലിയ ടെൻഷനാണ്. മനുഷ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറ്റകളുടെ പുറകിന് പോയതുകൊണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ഈ മിഡിൽ ഈസ്റ്റിലെ വാർത്തകൾ മിസ് ചെയ്തിട്ടില്ല. പ്രേക്ഷകർക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും, മിസ് ചെയ്തിട്ടില്ല. കാരണം അവിടത്തേതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ടാണ് ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ ഇറാന്റെ വാർത്തകൾ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. ഇതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്. ഒരുപക്ഷെ ഇത് ഇവിടം കൊണ്ട് തീരാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അത് ആളിപ്പടരാൻ, കുറച്ച് അധികം മേഖലയിലേക്ക് പടരാനുള്ള, ലോകത്തിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തുകയും പ്രതിസന്ധിയിലാക്കുകയും എണ്ണവില കുത്തനെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലടക്കം എണ്ണവില ഉയരുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്.